ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാധ്യത സ്ഥിരീകരിക്കുകയാണ് അമേരിക്ക. US യുദ്ധക്കപ്പലുകൾ ഇസ്രായേൽ തീരത്തേക്ക് നീങ്ങുകയാണ്. എന്ത് വില കൊടുത്തും ഇസ്രായേലിനെ സംരക്ഷിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. അതിനിടെ ഇറാൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണുള്ളത്. മധു, അവിടെ ഗുഡ് ഈവനിംഗ് ആണ്. അപ്പോൾ ഇറാൻ കൂടി പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ഭാഗമാകുന്നുവെന്ന വാർത്തകൾ. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആ ഒരു ശത്രുതയൊക്കെ വീണ്ടും മറനീക്കി പുറത്തേക്ക് വരുന്ന ഒരു സമയം. ഇറാൻ കൂടി ഈ ഒരു ചിത്രത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും അവിടുത്തെ ആ ഒരു സംഘർഷം മാറുക? ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്റ്റീന. സിറിയയിലെ ഇറാൻ കോൺസുലേറ്റ് തകർത്തതിന് പകരം ചോദിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമാനി തന്നെയാണ് ഈ പരസ്യമായിട്ട് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതോടുകൂടി ഏത് സമയവും ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്കയും റഷ്യയും മറ്റു രാജ്യങ്ങളും ഒക്കെ കണക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. ഇത്തവണ ഇറാൻ നിഴൽ യുദ്ധത്തിനല്ല, നേരിട്ടുള്ളൊരു ആക്രമണത്തിനുള്ള ഒരു സാധ്യതയാണ് അമേരിക്ക മുന്നിൽ കാണുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക ഇന്ന് തിടുക്കപ്പെട്ട് അവരുടെ യുദ്ധക്കപ്പലുകൾ ഇസ്രായേൽ തീരത്തേക്ക് തിരിച്ചുവിട്ടത്. ഡിസ്ട്രോയേഴ്സ് കാറ്റഗറിയിലുള്ള ഈ കപ്പലുകളിൽ ഒരെണ്ണം ഇപ്പോൾ തന്നെ ഈ മേഖലയിലുണ്ട്. അതുപോലെ ഈ ബാലിസ്റ്റിക് മിസൈലുകളെയൊക്കെ തടുക്കുവാൻ സംവിധാനമുള്ള മറ്റൊരു കപ്പൽ ഇസ്രായേൽ തീരത്ത് ഉടൻ തന്നെ നങ്കൂരം ഇടുമെന്നാണ് പെന്റഗണിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ. US സെൻട്രൽ കമാൻഡ് ആർമി ജനറൽ എരിക് കുഴില ഇസ്രായേൽ എത്തിക്കഴിഞ്ഞു. അവരുടെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റുമായിട്ട് ഇന്നലെ പ്രതിരോധ മാർഗങ്ങൾ, ഒരു ഇറാൻ ആക്രമണം ഉണ്ടായാൽ എങ്ങനെ തടുക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് വാഷിംഗ്ടണിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ അധികം വൈകാതെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുവാൻ സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഈ ലഭിക്കുന്ന വാർത്തകൾക്ക് ഒരു സ്ഥിരീകരണം എന്ന പോലെ പറയുകയും ചെയ്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷി എന്ന നിലയിൽ ഇസ്രായേലിനെ അമേരിക്ക സംരക്ഷിക്കും. അവർക്കെതിരെയുള്ള ഏത് ആക്രമണവും US പ്രതിരോധിക്കുകയും ചെയ്യും. എന്നാൽ ഇറാനോട് തനിക്ക് പറയാനുള്ളത് അരുത് എന്നാണെന്ന് ബൈഡൻ പറയുകയും ചെയ്തു. ഈ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന ഇറാന്റെ ഭീഷണികൾ അതീവ ഗൗരവത്തോടാണ് കാണേണ്ടതെന്നാണ് വൈറ്റ് ഹൗസിലെ ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബിയും ഈ കഴിഞ്ഞ ദിവസം ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറാന് അവരുടെ സൈനിക ശേഷി കാണിക്കുവാനുള്ള ഒരു അവസരമായിട്ട് ഇത് ഉപയോഗിക്കുമെന്നുള്ള ഒരു ആശങ്കയും അമേരിക്കയ്ക്കുണ്ട്. സ്മിത, ക്രിസ്റ്റീന. ശരി, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഏതായാലും സംഘർഷങ്ങളില്ലാതാകട്ടെ, ആ രീതിയിൽ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാനാകൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.